നമസ്കാരം. അജ്മലിൻ്റെ ദി ബോർഡർ ഓഫ് എ മൈൻഡ്.com എന്ന വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമൻട്രി പരമ്പരയുടെ പുതിയൊരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അല്പം ശ്രദ്ധ കൊടുക്കുന്നത് ദി ബോർഡർ ഓഫ് എ മൈൻഡ് എന്ന ആ ബ്ലോഗിനാണ്. വർഷങ്ങളായിട്ട് അജ്മൽ തൻ്റെ ചിന്തകളും പിന്നെ കാഴ്ചപ്പാടുകളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു ഡിജിറ്റൽ സ്പേസാണത്. അതെ, ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്ലോഗ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കല, എഴുത്ത്, ചിന്തകൾ എല്ലാം ചേർന്നൊരു ലോകം തന്നെയാണ്. ശരിയാണ്. എഴുത്തിലൂടെ, കലയിലൂടെ, ചിലപ്പോൾ ദൃശ്യങ്ങളിലൂടെ, അങ്ങനെയൊക്കെ അജ്മൽ തന്റെ ഒരു ആന്തരിക ലോകം നമുക്ക് മുന്നിൽ തുറന്നു വെക്കുകയാണല്ലേ. അതെ, നമ്മുടെയൊക്കെ ഉള്ളിലൊരു ആകാംക്ഷയുണ്ടല്ലോ, ഒരു അത്ഭുതം കണ്ടെത്താനുള്ളൊരിത്, അതിനെ കണ്ടെത്താനും പിന്നെ ആഘോഷിക്കാനുമുള്ളൊരിടം. അതാണ് അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഈ ബ്ലോഗിലെ ആശയങ്ങളിൽ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നിയൊരു കാര്യമുണ്ട്. എന്താണത്? ഈ ബൗണ്ട്ലെസ് മാനിഫെസ്റ്റേഴ്സ് എന്നൊരു ലേഖനം, അതിൽ അജ്മൽ പറയുന്ന ഒരു ചിന്തയുണ്ട്. ഓക്കെ, നമ്മളിപ്പോ പൊതുവെ നമ്മുടെ ഒരു സംസ്കാരം ശ്രദ്ധിച്ചാൽ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് വിജയിക്കുന്നവരെ ഭയങ്കരമായി വാഴ്ത്തും, അല്ലേ? അതെ അതെ, സ്പെഷ്യലിസ്റ്റുകൾ. അതെ. എന്നാൽ അജ്മൽ ചോദിക്കുന്നത്, നമ്മൾ എന്തിനാ അങ്ങനെ ഒരൊറ്റ ഐഡന്റിറ്റിയിൽ ഒതുങ്ങുന്നത്? ശരിയാണ്. നമ്മുടെ ഉള്ളിൽ പല താല്പര്യങ്ങളുണ്ടാവാം, പല സാധ്യതകളുണ്ടാവാം. അതിനെയെല്ലാം ഒരുപോലെ വളർത്തുമ്പോഴല്ലേ ശരിക്കുള്ള ഒരു സംതൃപ്തി, ഒരു പൂർണ്ണത കിട്ടുന്നത് എന്നാണ് ചോദ്യം. അത് വളരെ ശരിയാണ്. കാരണം ഒരാൾക്ക് പല കഴിവുകൾ കാണും, പല താല്പര്യങ്ങൾ കാണും. അപ്പോൾ ഈ മൾട്ടി ഡൈമെൻഷനാലിറ്റി എന്ന് പറയില്ലേ, അതിനെ ഒരു സാധ്യതയായിട്ട് കാണണം. അതാണ് അജ്മൽ പറയുന്നത്. അങ്ങനെ നമ്മുടെ പല ഇഷ്ടങ്ങളെ ഒരു ക്രിയേറ്റീവ് പവറായിട്ട് നമ്മൾ അങ്ങോട്ട് അംഗീകരിക്കുമ്പോൾ പ്രചോദനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊരിക്കലും വറ്റില്ല, ഒരു ഉറവ പോലെ. ശരി. ഒരു കാര്യത്തിൽ ചിലപ്പോൾ മടുപ്പ് തോന്നിയാൽ മറ്റൊന്നിലേക്ക് ശ്രദ്ധ മാറ്റാം. അങ്ങനെ എപ്പോഴും മുന്നോട്ടു പോകാൻ പറ്റും. കൊള്ളാം. അദ്ദേഹം ഇതിനെ ഒരു വൈബ്രന്റ് ഇക്കോസിസ്റ്റം പോലെയാണ് കാണുന്നത്. അതായത് ഒരു ജീവനുള്ള ഒരു ആവാസ വ്യവസ്ഥ. കൊള്ളാം ആ വാക്ക്. നമ്മുടെ ഈ പല താല്പര്യങ്ങൾ തമ്മിലൊരു കൊടുക്കൽ വാങ്ങലുണ്ട്, പരസ്പരം ഊർജം കൊടുക്കും. ഓക്കേ, ക്രോസ് പോളിനേഷൻ, സിംബിയോസിസ് എന്നൊക്കെ പറയുന്ന പോലെ. അതെ അതെ, ഒന്ന് മറ്റൊന്നിന് പ്രചോദനമാവും. ചിലപ്പോൾ ഒരു മേഖലയിലെ അറിവ് വേറൊരിടത്ത് പുതിയ ഐഡിയയ്ക്ക് വളമാകും. അങ്ങനെ ഓരോന്നും മറ്റൊന്നിന്റെ വളർച്ചയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു ചിന്തയുണ്ടല്ലോ, അത് ആ ബ്ലോഗിലെ മറ്റു വിഷയങ്ങളുമായിട്ടും നന്നായി ചേർന്നു പോകുന്നുണ്ട്. തീർച്ചയായും. കലയെക്കുറിച്ചും പാഷനെക്കുറിച്ചും, ജീവിതം, സ്വയം കണ്ടെത്തൽ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളിലും ഈ ഒരു ബഹുത്വം, അതിനെ അംഗീകരിക്കുന്ന ഒരു രീതി കാണാം. അതെ. പിന്നെ അവതരിപ്പിക്കുന്ന രീതിയാണെങ്കിലും വളരെ ലളിതമായ ഭാഷയാണ്. ആകർഷകമായ ചിത്രീകരണങ്ങളും കലയുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ആശയങ്ങൾ പറയുന്നത്. പിന്നെ ഇവിടെയെല്ലാം ഏറ്റവും പ്രധാനം ഇന്റഗ്രേഷനാണ്, അതായത് ഏകീകരണം. നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളെയും കഴിവുകളെയും ഒരുമിപ്പിക്കുക, അതെല്ലാം കൂടിച്ചേർന്നാണ് നമ്മൾ എന്ന വ്യക്തി ഉണ്ടാകുന്നത്. ആ ഒരു താളം കണ്ടെത്തണം. ശരിയാണ്. നമ്മുടെ ഉള്ളിലെ ഈ വൈവിധ്യം ഒരു പ്രശ്നമായി കാണാതെ അനന്തമായ സാധ്യതകളായി കാണണം, അതിനെ ആഘോഷിക്കണം. അപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും അതിരുകളില്ലാത്ത സൃഷ്ടാക്കൾ, അതായത് ബൗണ്ട്ലെസ് മാനിഫെസ്റ്റേഴ്സായി മാറുന്നത്. അതാണ് അജ്മലിന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സംഭാഷണത്തിന് പ്രധാനമായും പ്രചോദനമായത് അജ്മലിന്റെ ദ ബോർഡർ ഓഫ് എ മൈൻഡ്.com എന്ന ബ്ലോഗിലെ ചിന്തകളാണ്. അതെ, അദ്ദേഹത്തിന്റെ ആ ഒരു തനതായ കാഴ്ചപ്പാടുകൾ, കല, എഴുത്ത്, എന്തിനേറെ ഈ ചിന്തകളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം തന്നെ നിർമ്മിച്ച പോഡ്കാസ്റ്റുകൾ വരെ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കാണാൻ പറ്റും. ഓ, പോഡ്കാസ്റ്റുകളും ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ദ ബോർഡർ ഓഫ് എ മൈൻഡ്.com ഒന്ന് സന്ദർശിച്ചു നോക്കാൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. തീർച്ചയായും. ആ ഒരു വെർച്വൽ ഇടം നിങ്ങൾക്ക് പുതിയ ചിന്തകളും പ്രചോദനവും ഒരുപക്ഷെ കലയുമായൊരു പുതിയ ബന്ധം സ്ഥാപിക്കാനും സഹായിക്കുമെന്ന് അജ്മൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ചിന്ത പങ്കുവെക്കട്ടെ? പറയൂ. നമ്മളിപ്പോ സംസാരിച്ചില്ലേ, അജ്മൽ പറയുന്ന ആ ഒരു ആശയം, നിങ്ങളുടെ ഉള്ളിലുള്ള വ്യത്യസ്ത കഴിവുകളെയും താല്പര്യങ്ങളെയും ഒരേപോലെ ഒന്ന് സ്വീകരിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ എങ്ങനെയായിരിക്കും മാറ്റുക? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്, ചിന്തിക്കേണ്ട ഒന്ന് തന്നെ. ഞങ്ങളുടെ കമന്ററി പരമ്പരയിലെ അടുത്ത ചർച്ചകളുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ കാത്തിരിക്കുക.